ഹലോ ഹലോ, ഇതെവിടാ ഇത്? എന്ത് വേണം? എത്ര തവണ വിളിച്ചെന്നറിയാമോ നിന്റെ ഫോണിലേക്ക്? എടുത്ത് നോക്ക്. ഞാൻ വിവറയിലേക്ക് ഊരിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നാലടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നോക്കിയപ്പോ 5-6 മിനിറ്റോളം നടക്കുന്നത്. സാറേ ഒരു മിനിറ്റ്, ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുവാണോ? ഞാന് എന്ത് പറ്റി? നീ ആ റഷീദുമായിട്ടൊന്ന് വരണം. നീ ഏത് റഷീദ്? റഷീദുമായിട്ടൊന്ന് വരണമെന്നേ. കഥ കിടച്ച റഷീദ് അതാരാ? ഇതെന്താ എന്നെ ജാമ്യത്തിൽ നിറക്കണമെന്ന് കൊച്ചെ നീ? അയ്യോ, കരമടച്ച റഷീദ്. അതെ, കരമടച്ച് കേസുമായിട്ടൊന്ന് വരണം. ഇത് എന്തെങ്കിലും നീ ഒന്ന് കൊണ്ടുപോ, എന്നെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോന്നു. ഇത് എന്താ പറ്റി? എവിടെ? ഏത് സ്റ്റേഷനിലാ? ഒന്നും പറയണ്ട. ഞാനിവിടെ എറണാകുളത്ത് പാലാരിവട്ട സ്റ്റേഷനിലുണ്ട്. ഞാന് എന്താ പറ്റി? എന്ത് വിഷയം? വലിയ വണ്ടിയിലും തട്ടിയാണ്? എന്തോ വണ്ടി തട്ടി മസാജിങ് സെന്ററിൽ ചെന്നൊന്ന് കേറി കൊടുത്തതാ എറണാകുളത്ത്. തിരിച്ച നിന്റെ മസാജിങ് സെന്ററിൽ ചെന്ന് കേറി കൊടുത്തു. നാശം പിടിക്കാനെ കൊണ്ട് ഞാൻ വണ്ടിയും തട്ടി വേറെ മസാജിങ് സെന്ററിൽ എന്താ പരിപാടി? എടാ, ഡെന്നിപ്പെടുന്ന് പറഞ്ഞിട്ട് പ്ലീസ് കോൾ മീ മസാജിങ് 3000 രൂപയുള്ളൂ, നിങ്ങൾ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന അവിടെ ഒരു പോസ്റ്റർ. അത് ഞാൻ കണ്ടോട്ടൊന്ന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കയറി ഇനി വരാൻ നാണക്കേടെന്ന് പറഞ്ഞാല് എടാ ഞാൻ ചെന്നു. ഞാനൊരു പായൊക്കെ ആയിട്ട് അവിടെ ചെന്നു. നിന്നെ വിളിച്ച് ഞാൻ അറിഞ്ഞില്ല. പായടെ ഇവര് സ്പാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ആ പായ എന്നെ പറ്റി ഇവിടെ സ്പാ ഉണ്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പായൊക്കെ നാണക്കേടും കഞ്ഞൂറിലാക്കിന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് അവിടെ ഡെന്നീസൺ ഞാൻ വിളിച്ചു വരുന്നു. പക്ഷെ ഇവിടെ അവിടെ കണ്ടില്ല. ഞാൻ ചെല്ലുമ്പം ഞാൻ ഇവരാരുമില്ല അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് ഒരു തടിമാരുടെ ഇറച്ചി വീട്ടുകാരനെ പോലെ ഒത്തിരിഞ്ഞ് വന്നേക്കാം. ഞാനാ ചേട്ടനെന്ന് ഞാനാ ചേട്ടനെ ചെയ്യുന്നതെന്ന്. അപ്പൊ അപ്പോഴേ എന്നെ പോയി, രണ്ടും പോയി. എന്റെ മനസ്സിൽ ഈ ഡെന്നീസ് വിളിച്ചില്ല. ഞാനും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കൂടെ ഈ പ്രായത്തില് മസാജിന് വലിയൊരു പോയല്ലേ? അറിയാൻ കൊല്ലത്തില്ലേ? നാട്ടിൽ പിടിക്കാൻ അമ്മമ്മയുടെ കാലിന് വേദനയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൊള്ളാമെങ്കിൽ അമ്മമ്മ കൊണ്ടുപോയല്ലെന്ന് വെച്ചാൽ ഞാൻ മസാജ് വലിയൊരു പോയേക്കുന്നത് ആണടാ. ഇത് കൊള്ളാമെങ്കിൽ എന്നിട്ട് വല്ല നടന്നു. അത് പറ കേക്ക്. ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അപ്പൊ ഇവൻ വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഒരു പയ്യൻ വന്നിട്ട് ന്യൂസ് പേപ്പർ തന്നു. ന്യൂസ് പേപ്പർ എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നത്തെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ വായിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു അതല്ല, അത് വിരിച്ചിട്ട് അതിനകത്ത് കിടന്നോളാൻ പറഞ്ഞു. ന്യൂസ് പേപ്പറിനകത്ത് കിടന്നോളാം. ഞാൻ ചോദിച്ചതേ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വല്ലതാണോ പോയി? അത് മസാജ് ഞാൻ ഇമാരുടെ സെറ്റപ്പ് 3000 രൂപയൊക്കെ പറഞ്ഞു. എണ്ണത്തോണി അല്ലെ അങ്ങനത്തെ സാധനം നമ്മള് പ്രതീക്ഷിക്കുന്നേ. എണ്ണത്തോണിയൊന്നുമില്ല, ഒന്നുമില്ല. അപ്പം എന്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഒരു ഉടുക്കാലൊക്കാത്ത ഒരു ടർക്കി തോർത്ത് കൊണ്ട് തന്നു. അങ്ങോട്ടും കിട്ടത്തില്ല ഇങ്ങോട്ടും കിട്ടത്തില്ല. കയറി പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു. അപ്പൊ എനിക്കെന്റെ ദേഷ്യം എല്ലാം കൂടെ കയറി വന്നു. ഞാൻ എന്തോ ചെയ്യണമെന്ന് ഞാൻ ആപ്പടെ കഴിച്ചിട്ട് അപ്പൊ ഇത് പുറത്ത് കിടക്കുക. ചെരുപ്പ് പുറത്ത് കിടക്കുവാണ്. നാശം ചെരുപ്പ് പുറത്ത് കിടക്കുക. ഞാൻ പറഞ്ഞ എന്റെ ചെരുപ്പ് പുറത്ത് കിടക്കുക. ഞാൻ പോയി തോർത്ത് മേടിച്ചോളാം, നിങ്ങളുടെ തോർത്ത് എനിക്ക് വേണ്ട ഞാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഒരെണ്ണം പോയി മേടിച്ച. ഇതന്ന് നല്ല വിഷയം. വേറെ കേൾക്കരുത് സംഭവം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചു ചേട്ടാ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പോകാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള മഴവില്ലും ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഇതിനകത്ത് ഇതുവരെ കാണാത്ത സാധനം കാണാൻ പോന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്ത് വെച്ചു ചേട്ടന് ഇതോടുകൂടി ചേട്ടന് ബാക്ക് പെയിൻ മാറുമെന്ന് പറഞ്ഞു. ഇതോടുകൂടി ചേട്ടന്റെ ബാക്ക് പെയിൻ മാറുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ബാക്ക് പെയിൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടെ ഉള്ളവന് പുറത്ത് ഒറ്റ ഇടിയല്ലേ. എന്നിട്ട് പറയാം ഇത് ഇപ്പൊ വേദനയുണ്ടോ? ഞാൻ പറഞ്ഞു വേദനയുണ്ട്. ഈ വേദന 1 മാസത്തിൽ മാറുമെന്നാ പറഞ്ഞു. കേക്ക്
അത് കഴിഞ്ഞിട്ട് എനിക്ക് അവര് പുറത്തിട്ട് ഇടിച്ചോ? പുറത്തിട്ട് തന്നെ ഒരു ഒറ്റ ഇടിയുടെ അവര് ആ കൂടെ തന്നെ ഒരു തടി തന്നെ അവർ ഒറ്റ ഇടി. അത് കഴിഞ്ഞിട്ട് നടുവിന് വേദന ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ പറയുന്നറിയാമോ? ഇല്ലെന്ന് പറയാൻ പോയില്ല. എനിക്കറിയാം വണ്ടി എങ്ങോട്ടാ വളച്ചോണ്ട് വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നടുവേദന ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു. കള്ളം പറഞ്ഞാലോ? അല്ലെങ്കിൽ അറിയാം ഇടി വീഴും. അതുകൊണ്ട് എന്നെ പറഞ്ഞ അങ്ങനെ ലാസ്റ്റ് അവിടുന്ന് ഇതെല്ലാം പറഞ്ഞ് അത് ലാസ്റ്റ് ഇവനെ ഇങ്ങനെ കിടക്ക് റെഡിയാക്കി തരാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭയങ്കര മരുന്നൊക്കെ കിടന്ന് കാണിച്ചു. പക്ഷെ അവർ ഇടിച്ചപ്പോഴാ ഇന്നുവരെ കണ്ടിട്ടില്ലെന്ന് പറയുന്ന സാധനം കാണുമെന്ന് പറഞ്ഞില്ലേ? ഇതൊരു എക്സ്പീരിയൻസിലേക്ക്, നിങ്ങൾ ഇതുവരെ പോകാത്ത എക്സ്പീരിയൻസിലേക്ക് ഞാൻ പോയി. എന്തൊക്കെയാണ് ഞാൻ നക്ഷത്രം കണ്ടു. ഇത് അമ്മാമ്മ അറിഞ്ഞില്ലേ? ഇത് അമ്മാമ്മയൊന്നും അറിഞ്ഞില്ലെന്ന്. ഇത് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴില്ലേ കോമഡി. സ്റ്റേഷനിൽ ചെന്ന് എന്നെ ഷർട്ട് വരാൻ പറഞ്ഞു. ഷർട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് SI എന്റെ പുറത്ത് ഒന്ന് വായിക്കുക. കാണിക്കവഞ്ചി പൊളിച്ച് പണം മോഷ്ടിച്ചെന്ന് എന്റെ പുറത്ത് എഴുതി വെച്ചേക്കുക. എനിക്ക് മനസ്സിലായില്ലെന്നു. എടാ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ഷർട്ട് ഊരി. ഷർട്ട് ഊരിയപ്പോ SI സ്വർണത്തിന് പൊള്ളും വിലയെന്ന് എന്റെ നെഞ്ചത്ത് നോക്കിയിട്ട്. അപ്പൊ ഞാൻ തിരിഞ്ഞു ചെന്നപ്പോഴത്തേക്ക് പുള്ളി കാണിക്കവഞ്ചി പൊളിച്ച് പണം മോഷ്ടിച്ചെന്ന്. എന്തോ സംഭവം അറിയാമോ? അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇതാ പത്രത്തിലെ വാർത്തയില്ലയോ? ആ മഷിയെല്ലാം കൂടെ അക്ഷരം എല്ലാം കൂടെ എന്റെ ദേഹത്ത് പിടിച്ചേക്കുവാന്ന്. ഇവിടെ എന്നെ പത്രത്തിൽ കിടത്തില്ല ഇവിടെ. അതാ പറഞ്ഞ കാണിക്ക് വെച്ച് കുത്തി പൊളിച്ചത് മോഷ്ടിച്ചു. ആ സാധനമൊക്കെ എന്നെ നോക്കി വായിക്കും. ഈ തിരുമ വെച്ച എണ്ണക്കകത്ത് മഷി വറുത്ത് ദേഹത്ത് പിടിച്ചു. ഇതെല്ലാം അമ്മര് വായിക്കുക. പോലീസ് അവിടെ നിന്ന് വായിക്കുക. എന്റെ പൊന്നു കൊച്ചനെ അറിയാവുന്ന പോലീസ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അതായത് തമ്പുരാന്റെ കൃപ. അല്ലെങ്കിൽ ഇമാതിരി കേടെടുക്കുന്ന അറിയില്ല. അവന്മാര് നല്ല ഇടി വെച്ച് വന്നേനെ. ഇടി വെച്ച് തന്നു. അറിയാവുന്ന പോലീസ് എന്ന് പറഞ്ഞ രണ്ടടി കൂടുതലൊന്നല്ലേ. ഇടിച്ചെന്റെ മോന്തം ഷെയ്ക്കാൻ ഞാൻ കാണില്ല. അതെ ഞാനിപ്പോ ഇത് അങ്ങോട്ട് വരാം. ഞാൻ എറണാകുളത്തിനാണ് വരാം. എളുപ്പമാണ്. നീ വരുമ്പോഴത്തേക്ക് 3 പേര് ഇരിപ്പുണ്ട് ഇവിടെ. അവിടെ ഫ്രണ്ടിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബൈക്കൊക്കെ വെച്ചിട്ട് കയറിയ സ്റ്റേഷനിൽ അതോട് വരത്തില്ലയോ? ആ ഫാനൊക്കെ ഇട്ടേക്കുന്ന താഴെ 3 പേര് ഇരിപ്പുണ്ട്. അതിന്റെ നടുക്കിരിക്കുന്നതാണ് ഞാൻ. എന്നെ വന്ന് വിളിക്കണം. എന്നാ വർത്താനം എനിക്കറിയത്തില്ല. ഇത് എന്റെ ഇടയിൽ ഒരു വർത്താനം എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വരത്തില്ല. പറയുന്ന മനസ്സിലാവുന്നില്ലയോ? പോലീസ് ഇടിച്ചിട്ട് എന്റെ ഷേപ്പ് മാറ്റി വെച്ചേക്കുക. നീ എന്നല്ല എന്റെ പെട്ടെന്നുള്ള എന്താ കൂടെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നടുക്കിരിക്കുന്നതാണ് ഞാൻ. ഞാൻ പറഞ്ഞേ അപ്പൊ നടുക്കിരിപ്പോട്ട് നടുക്കിരിക്കുന്നതാണ് ഞാൻ. മറ്റേത് രണ്ടും ഞാനല്ല. നീ രസീത് എടുത്ത് അവർക്ക് കൊടുക്കരുത്. എന്നെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകേണ്ടത്.